എന്തായാലും വടവലി ശക്തമാണ്. മുഖ്യമന്ത്രി സ്ഥാനത്തിനൊപ്പം KPCC അധ്യക്ഷൻ, DCC അധ്യക്ഷന്മാർ, ഇങ്ങനെയുള്ള സ്ഥാനങ്ങൾക്കും വേണ്ടി ഭയങ്കരമായ വടവലി തുടരുകയാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, 5 DCC പ്രസിഡന്റുമാർ വിജയിച്ചതോടെയാണ് വിവിധ ജില്ലാ അധ്യക്ഷ സ്ഥാനത്തേക്കുള്ള തർക്കങ്ങൾ ഇപ്പോൾ ആരംഭിക്കുന്നത്. അനഘ തന്നെ വീണ്ടും ചേരുകയാണ്. അനഘ, മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലി മാത്രമല്ല സംഘടനാ തലത്തിലും പിടിവലി അതിശക്തമാണ്. എന്താണ് ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട അപ്ഡേറ്റ്? ശ്യാം, നോക്കൂ, മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വേണ്ടിയുള്ള കോൺഗ്രസിന്റെ അടിപിടി, പോസ്റ്റർ യുദ്ധമൊക്കെ ഇപ്പോഴും ഏറ്റവും ഒടുവിൽ തുടരുകയാണ് എന്നുള്ളതാണ്. അതിനിടയിലാണ് മറ്റ് സ്ഥാനത്തേക്ക് വേണ്ടിയുള്ള ചരടുവലികൾ, ചരട് നീക്കങ്ങളൊക്കെ കോൺഗ്രസിനകത്ത് തകൃതിയായി നടക്കുന്നത് എന്നുള്ളതാണ്. പക്ഷേ എവിടെയും അതിപ്പോഴും എത്തിയിട്ടില്ല എന്നുള്ളതാണ്. ഈ കോൺഗ്രസിനെ സംബന്ധിച്ച് ഈ മത്സരത്തിൽ 7 DCC പ്രസിഡന്റുമാർ മത്സരിച്ചിരുന്നു. ഈ 7 പേർ മത്സരിച്ചതിൽ 5 പേർ വിജയിക്കുകയും ചെയ്തിട്ടുണ്ട്. തിരുവനന്തപുരം, കോട്ടയം, അതുപോലെ എറണാകുളം, മലപ്പുറം, കോഴിക്കോട് തുടങ്ങിയ ജില്ലകളിലുള്ള DCC പ്രസിഡന്റുമാരാണ് മത്സരിച്ചത്. ഇതിൽ 5 പേർ വിജയിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തുകയും ചെയ്തിട്ടുണ്ട്. ഈ സ്ഥാനത്തേക്കാണ് മറ്റ് ജില്ലയിലെ തന്നെ മറ്റുള്ളവർ ഈ സ്ഥാനത്തിന് വേണ്ടിയുള്ള ചരടുവലികൾ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഈ കോൺഗ്രസിനെ സംബന്ധിച്ച് കോഴിക്കോട്ടെ തന്നെ ഒരു സാഹചര്യം എടുക്കുകയാണെങ്കിൽ DCC പ്രസിഡന്റ് പ്രവീൺ കുമാറാണ് മത്സരിച്ചത്, വിജയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ സ്ഥാനത്തേക്ക് വരാനുള്ള ഒരു തർക്കം ഇപ്പോൾ തന്നെ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് മത്സരത്തിൽ നിന്ന് മാറി നിന്നവരെയാണ് ഈ സ്ഥാനത്തേക്ക് കോൺഗ്രസ് പ്രിഫർ ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ പലരും 1-ൽ കൂടുതൽ അല്ലെങ്കിൽ 4-ൽ കൂടുതൽ പേർ തങ്ങൾ യോഗ്യരാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ തന്നെ രംഗത്ത് വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഇത് കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയ തലവേദനയാവുകയാണ്. മറ്റൊന്ന്, ഈ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് മത്സരിച്ച് വിജയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ സ്ഥാനത്തേക്ക് കൂടി ഒരു മത്സരം, അല്ലെങ്കിൽ ഈ സ്ഥാനത്തേക്ക് കൂടി ഒരാൾ വേണ്ടതുണ്ട്. ഈ സ്ഥാനത്തേക്ക് പോലും 5-ലധികം ആളുകൾ ഇപ്പോൾ തന്നെ കുപ്പായം തുന്നി രംഗത്ത് വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടിയുള്ള തർക്കം തുടരുകയാണ്. പിന്നണിയിൽ മറ്റ് നേതൃസ്ഥാനങ്ങളിലേക്ക് വേണ്ടിയുള്ള തർക്കവും അതിരൂക്ഷമായി തുടരുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, ഇങ്ങനെ തർക്കവും തമ്മിലടിയും ഒക്കെ കഴിഞ്ഞ് ഭരിക്കാൻ സമയം ഉണ്ടാവുമോ എന്നുള്ളതാണ്.